ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ 4ാം ക്ലാസ്സിലെ മാത്സ് ഗണിതം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാനാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാൻ പോവാം. പ്രവർത്തനം 1 വായനാ വസന്തമാണ്. മാൻകാട് പഞ്ചായത്തിലെ 6 LP സ്കൂളുകൾ പുസ്തക ശേഖരണം നടത്തി. പുസ്തകങ്ങളുടെ എണ്ണം ചുവടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. സ്കൂളിൻ്റെ പേരും ശേഖരിച്ച പുസ്തകങ്ങളുടെ എണ്ണവും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ പുസ്തകം ശേഖരിച്ച സ്കൂൾ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. നമുക്കവിടെ നോക്കിയാൽ കാണാം ഏതാണ് സംഖ്യ വലുത്. 9 ആണ് അല്ലേ അതിൽ വലുത്. അപ്പോൾ 901 അതിലെ ഏറ്റവും പുസ്തകം കൂടുതലുള്ള എണ്ണം അല്ലേ. അപ്പോൾ ഏത് സ്കൂളാണിത്? മയിൽമേട് ഗവൺമെൻറ് LP സ്കൂളാണ്. അപ്പോൾ ഇനി അടുത്തത് പുസ്തകങ്ങളുടെ എണ്ണത്തെ വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമീകരിക്കുക. എന്ത് ചെയ്യണം? ആദ്യം വലുത് ഏറ്റവും വലിയ സംഖ്യ ഏതാണ് അത് എഴുതണം. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടു അല്ലേ 901 അല്ലേ ഏറ്റവും വലിയ സംഖ്യ. എന്നിട്ട് പിന്നെ അതിൻ്റെ ചെറുത് ഏതാണ് അങ്ങനെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 901, 507, 494, 420, 356, പിന്നെ 283. മീനുവിൻ്റെ സ്കൂൾ ലൈബ്രറിയിലെ അവസാന പുസ്തക നമ്പർ 615 ആണ്. അപ്പോൾ കിട്ടിയ 10 പുസ്തകങ്ങൾ തുടർന്നുള്ള നമ്പർ ഏതൊക്കെയാണ്? 615 ആണ് അല്ലേ. അപ്പോൾ 616, 617, 618, 619 മുതൽ 625 വരെയാണ് അല്ലേ. ഇനി പ്രവർത്തനം 2 എന്താണ്? ബലൂൺ റേസ് ആണ്. ബലൂൺ റേസ് ഉണ്ട്. ഓരോ ബലൂണിലും ഓരോ സംഖ്യകൾ എഴുതിയിട്ടുണ്ട് അല്ലേ. 6000, 8, 1, 9000, 4000, 2, 1, 400 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി ബലൂൺ റേസ് മത്സരത്തിൽ കുട്ടികൾക്ക് കിട്ടിയ പോയിന്റ് നോക്കൂ. ബലൂണുകൾക്ക് നിറം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദിലിന് 3472 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ 3 അല്ലേ 1000 എന്നുള്ള ബലൂണിന് ഏത് കളർ കൊടുക്കണം? മഞ്ഞ കളർ കൊടുക്കണം അല്ലേ. അങ്ങനെ നിറം കൊടുക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഓരോ സംഖ്യക്കും ആദിലിന് കിട്ടിയത് 3472 ആണെന്നുണ്ടെങ്കിൽ ആ ഓരോ സംഖ്യക്കും മഞ്ഞ നിറം നൽകുക. അതുപോലെ അടുത്ത ആൾക്ക് കിട്ടിയത് ഏതാണ്? 1000ൻ്റെ സ്ഥാനത്ത് ഏതാണ്? 100ൻ്റെ സ്ഥാനത്ത് ഏതാണ്? 10ൻ്റെ സ്ഥാനത്ത് ഏതാണ്? 2ൻ്റെ സ്ഥാനത്ത് 1ൻ്റെ സ്ഥാനത്ത് ഏതാണ്? അപ്പോൾ അത് നോക്കിയിട്ട് ഒരേ കളറ് കൊടുക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ ഈസി അല്ലേ മക്കളെ. അപ്പോൾ ഇങ്ങനെ ചെയ്യാം കേട്ടോ. അടുത്തത് ബലൂൺ റേസ് തന്നെയാണ്. അതിൻ്റെ 4 അക്ക സംഖ്യ ഉണ്ടാക്കാൻ വേണ്ടി ദിയ 1000, 100, 10, 1 എന്നിവ ഓരോന്നായി വീതം എടുത്തു. എങ്കിൽ ദിയ ഉണ്ടാക്കിയ സംഖ്യ എഴുതുക അല്ലേ. 4 അക്ക സംഖ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഏതാണ് സംഖ്യ? 9000 എടുത്ത് അല്ലേ. അപ്പോൾ 9578 ആണ് ആ സംഖ്യ അല്ലേ. 9000, 5, 100, 7, 10, 8, 1 അല്ലേ. അപ്പോൾ 4 അക്ക സംഖ്യ എന്താ കിട്ടിയത്? 9578. ചെറിയ 4 അക്ക സംഖ്യ ഏതാണ്? ചെറിയ 4 അക്ക സംഖ്യ അതിലേതായിരിക്കും? 1 ആണ് അല്ലേ. 1000. അപ്പോൾ എന്താണ്? 1000 ആണ്. ബാക്കി 0, 0, 0 ആകുമ്പോൾ 1000 അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഗൃഹസന്ദർശനമാണ്. ആദ്യ ടീച്ചർ ഞായറാഴ്ച രാവിലെ 9:30 സ്കൂളിൽ നിന്നും കുട്ടികളുടെ ഗൃഹസന്ദർശനത്തിനായി ഇറങ്ങി അല്ലേ. 10 മണിക്ക് ക്ലോക്കിൽ സമയം വരച്ച് ചേർക്കാനാണ്. 10 മണി അല്ലേ. അപ്പോൾ ചെറിയ സൂചി എന്താണ്? 10ൽക്കും 12ൽക്ക് വലിയ സൂചിയോ അല്ലേ. അപ്പോൾ 10 മണിയായില്ലേ. ഇനി ഡാഷിന് ക്ലോക്കിലെ സമയം എഴുതുക. അഭിനന്ദിൻ്റെ വീട്ടിലെത്തി. ഡാഷ് സമയത്തിലാണ് എത്തിയത്. അവിടെ എത്രയാ സമയം? 10:45 ആണ് അല്ലേ. അപ്പോൾ അവിടെ ആ ബി എന്നുള്ളിടത്ത് 10:45 എന്ന് എഴുതണം. പിന്നെ സി 11:25 ക്ലോക്കിൽ സമയം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ വരച്ചിട്ടുണ്ട് അല്ലേ. 11ഉം പിന്നെ ചെറിയ സൂചി 11ലും വലിയ സൂചി 5ലും. ഇനി പ്രവർത്തനം 4 സ്വാതന്ത്ര്യ ദിനാഘോഷം അല്ലേ. ഓഗസ്റ്റ് മാസത്തെ കലണ്ടർ കൊടുത്തിട്ടുണ്ട്. ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനം ഏത് ദിവസമാണ് ആഘോഷിക്കുന്നത് അല്ലേ. സ്വാതന്ത്ര്യദിനം എന്നാണ്? 15-ാം തീയതിയാണ് അല്ലേ. അപ്പോൾ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം കലണ്ടർ നോക്കിയാൽ തിങ്കളാഴ്ചയാണ്. അപ്പോൾ അവിടെ തിങ്കൾ എന്ന് എഴുതണം. 2022 സെപ്റ്റംബർ മാസത്തിൽ എത്ര വ്യാഴാഴ്ചകൾ ഉണ്ട്? അപ്പോൾ ആദ്യം വ്യാഴാഴ്ചകൾ വരുന്ന ആ ദിവസങ്ങൾ ഇങ്ങനെ എഴുതിയെടുക്കുക. 1, 8, 15, 22, 29. എത്ര എണ്ണം ഉണ്ട്? 5 വ്യാഴാഴ്ചകളാണ് ഉള്ളത്. പിന്നെ 2022 സെപ്റ്റംബർ മാസത്തിൽ ശനിയാഴ്ചകളുടെ എണ്ണം എഴുതാനാണ് അതേപോലെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 4 എണ്ണമാണ് ഉള്ളത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ ഡാഷ് ഇട്ടിട്ട് 24, 25 കൊടുത്തിട്ട് ഒരു കലണ്ടറിൻ്റെ ഭാഗമാണ്. ഇതിലെ വിട്ടുപോയ തീയതി എഴുതുക എന്ന് പറഞ്ഞാൽ ഇത് ഈസി അല്ലേ നിങ്ങൾക്ക് എഴുതാൻ. അടുത്തത് സൈക്കിൾ സവാരിയാണ്.
അപ്പോൾ ജോണി, നജീബ്, ആതിര എന്നിവർ സ്കൂൾ യാത്രയിൽ സൈക്കിൾ വാങ്ങി. അവർ നൽകിയ കറൻസികൾ താഴെ കൊടുത്തിരിക്കുന്നു. ഓരോരുത്തർക്കും സൈക്കിളിന് നൽകിയ വില കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ജോണിക്ക് എത്രയാണ് അല്ലേ, 2000 രൂപയിൽ 1 അല്ലേ, പിന്നെ 10 അല്ലേ, 10 രൂപ 4 അല്ലേ. അതുപോലെ നജീബ് 500 രൂപ എത്രയാണ് 4, പിന്നെ 100 2, പിന്നെ 50 രൂപ 1 1 5 അല്ലേ. പിന്നെ ആതിര 2000 രൂപ 2, അപ്പോൾ 2000 എത്രയാണ് 2000 4000 അല്ലേ. അപ്പോൾ ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2000 രൂപയുടെ 1 ആണുള്ളത്, അപ്പോൾ 2540 അങ്ങനെയാണ് ആൻസർ വരുന്നത്. 2540, 2255, 4560 അല്ലേ. പട്ടികയിലുള്ള എല്ലാ കറൻസികളും ഓരോന്ന് വീതം എടുത്താൽ ആകെ എത്ര രൂപയാകും? 2601 അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, കരയിലേക്ക്. ഓരോരുത്തർക്കും വാങ്ങിയ സാധനങ്ങളും ആകെ വില. അവിടെ ഒരു കടയിലെ എന്താണ് സാധനങ്ങളുടെ വിലയൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആകെ വില, എനിക്ക് ഒരു വാച്ചും ഒരു മൊബൈലും മതി. അപ്പോൾ വാച്ചിൻ്റെയും മൊബൈലിൻ്റെയും വില എഴുതിയിട്ട് അത് ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 850 വാച്ചും 5450 മൊബൈലുമാണ്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 6300 രൂപ. ഇവിടെ എനിക്കൊരു മൊബൈലും ഒരു ടോർച്ചും വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ബോക്സിൽ ടോർച്ചിൻ്റെ വില എന്താണ്, മൊബൈലിൻ്റെ വില എന്താണ്, അത് എടുത്തെഴുതുക. എന്നിട്ട് രണ്ടും കൂടി പ്ലസ് ചെയ്താൽ അതിൻ്റെ ആൻസർ കിട്ടിയില്ലേ. ഇവിടെ 5790. ഇവിടെ എനിക്കൊരു ക്ലോക്കും ഒരു എമർജൻസി ലാബും ഒരു മിക്സിയുമാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ടോർച്ചിന് 340 അല്ല, എമർജൻസി ലാബ് 2100, മിക്സിക്ക് 3250. അപ്പം 2100 340 കൂടി ആഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടി? 2440 അല്ലേ. അതിനോട് മിക്സിയുടെ റേറ്റ് ആഡ് ചെയ്താൽ അതിൻ്റെ ആൻസർ കിട്ടി മക്കളെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. ഇതുപോലുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും. നന്നായിട്ട് ശ്രദ്ധിച്ച് എഴുതുക, കാരണം മാത്സ് ആണ്. നമ്മൾ ആഡ് ചെയ്യുമ്പോഴും ഒക്കെ ശ്രദ്ധിച്ച് ചെയ്യുക, ഈസി ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഓൾ ദ ബെസ്റ്റ്. വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.